നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒരുങ്ങ സ്കൂളിൽ പോകാൻ. UAE-യിൽ സ്കൂളുകൾ 26-ന് തുറക്കും. വെള്ളിയാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെ മക്കയിലും മറ്റു പ്രദേശങ്ങളിലും മഴയ്ക്ക് സാധ്യത. അപകടകരമായ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കും. അക്രഡിറ്റേഷൻ നേടാതെ റിയാദ് നഗരത്തിൽ തൊഴിൽ ചെയ്ത എഞ്ചിനീയർക്ക് തടവും പിഴയും. സാങ്കേതിക തകരാർ. അബുദാബിയിലേക്കുള്ള വിമാനം വൈകിയത് 13 മണിക്കൂർ. പ്രതിഷേധിച്ച് യാത്രക്കാർ. ഒമാനിൽ 46 വിദേശ വിദ്യാലയങ്ങൾ, 61,704 വിദ്യാർത്ഥികൾ. ജോലി നിർത്തിയിട്ടും കമ്പനി സിം ഉപയോഗിച്ചു. അബുദാബിയിൽ സ്ത്രീക്ക് 1.18 ലക്ഷം ദിർഹം പിഴ. ഒരുങ്ങ സ്കൂളിൽ പോകാൻ. UAE-യിൽ സ്കൂളുകൾ 26-ന് തുറക്കും. 2 മാസത്തെ വേനലവധിക്ക് ശേഷം രാജ്യത്തെ സ്കൂളുകൾ 26-ന് തുറക്കും. അങ്ങാടികൾ മുതൽ സ്കൂൾ കെട്ടിടങ്ങൾ വരെ കുട്ടികളെ വീണ്ടും സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. 2 മാസത്തെ അവധിക്കാല ചിട്ടകളിൽ നിന്നും കുട്ടികളെ അധ്യയന ദിവസങ്ങളിലേക്ക് മടക്കിക്കൊണ്ടുവരികയാണ് ഇപ്പോൾ രക്ഷിതാക്കൾ. വാർഷിക അവധിക്ക് നാട്ടിൽ പോയവർക്ക് സ്കൂൾ തുറക്കുന്നതിന് ഒരാഴ്ച മുൻപെങ്കിലും മടങ്ങിയെത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഉയർന്ന ടിക്കറ്റ് നിരക്കാണ് വെല്ലുവിളി. 1300 ദിർഹത്തിന് മുകളിലാണ് 15-നു ശേഷമുള്ള ടിക്കറ്റ് നിരക്ക്. അതുകൊണ്ട് തന്നെ മിക്ക രക്ഷിതാക്കളും മടക്കയാത്ര സെപ്റ്റംബറിലെ ആദ്യ 2 ആഴ്ചകളിലേക്ക് മാറ്റി. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. വെള്ളിയാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെ മക്കയിലും മറ്റു പ്രദേശങ്ങളിലും മഴയ്ക്ക് സാധ്യത. വെള്ളിയാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെ മക്കയിലും സൗദി അറേബ്യയിലെ മറ്റു പ്രദേശങ്ങളിലും മഴയ്ക്ക് സാധ്യതയുള്ളതായി സൗദി സിവിൽ ഡിഫൻസ് ജനറൽ ഡയറക്ടറേറ്റ് അറിയിച്ചു. കാലാവസ്ഥാ പ്രവചനത്തിന്റെ പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷ ഉറപ്പാക്കണമെന്നും ഡയറക്ടറേറ്റ് അഭ്യർത്ഥിച്ചു. സുരക്ഷിതമായ സ്ഥലങ്ങളിൽ തങ്ങാനും വെള്ളക്കെട്ടുകളും താഴ്വരകളും ഒഴിവാക്കാനും പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു. ഈ പ്രദേശങ്ങളിൽ നീന്തരുതെന്ന് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടു. വിവിധ മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും നൽകുന്ന നിർദ്ദേശങ്ങൾ വ്യക്തികൾ കർശനമായി പാലിക്കണമെന്ന് ഡയറക്ടറേറ്റ് ഊന്നി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ജിദ്ദ. അപകടകരമായ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കും. അപകടകരമായ രീതിയിൽ വാഹനമോടിക്കുന്നവർക്ക് കർശന മുന്നറിയിപ്പുമായി പബ്ലിക് പ്രോസിക്യൂഷൻ. ഒമാൻ ഗതാഗത നിയമം ആർട്ടിക്കിൾ 45(5) പ്രകാരം 500 റിയാൽ പിഴയും 3 മാസം തടവും ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യമാണ് ഇതെന്നും ഇത്തരക്കാരുടെ ലൈസൻസ് റദ്ദാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഇത്തരത്തിൽ വാഹനമോടിക്കുകയും ദൃശ്യങ്ങൾ പകർത്തി സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്യുന്നതും കുറ്റകൃത്യമാണ്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, മസ്കറ്റ്. അക്രഡിറ്റേഷൻ നേടാതെ റിയാദ് നഗരത്തിൽ തൊഴിൽ ചെയ്ത എഞ്ചിനീയർക്ക് തടവും പിഴയും. പ്രൊഫഷണൽ അക്രഡിറ്റേഷൻ നേടാതെ റിയാദ് നഗരത്തിൽ തൊഴിൽ ചെയ്ത എഞ്ചിനീയർക്ക് സൗദി ക്രിമിനൽ കോടതി 6 മാസം തടവും 50,000 റിയാൽ പിഴയും ശിക്ഷ വിധിച്ചു. കൂടാതെ എഞ്ചിനീയറെ നിയമിച്ചതിന് കമ്പനിക്ക് 1 ലക്ഷം റിയാൽ പിഴയും കോടതി ചുമത്തി. പ്രൊഫഷണൽ അക്രഡിറ്റേഷൻ ലഭിക്കാതെ എഞ്ചിനീയറിംഗ് പ്രാക്ടീഷണറെ നിയമിക്കരുതെന്ന ആർട്ടിക്കിൾ 2 വ്യവസ്ഥകൾ ലംഘിച്ചതിനാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, റിയാദ്. സാങ്കേതിക തകരാർ. അബുദാബിയിലേക്കുള്ള വിമാനം വൈകിയത് 13 മണിക്കൂർ. പ്രതിഷേധിച്ച് യാത്രക്കാർ. സാങ്കേതിക തകരാറിനെ തുടർന്ന് വിമാനം 13 മണിക്കൂറിലേറെ വൈകി. ഇന്നലെ പുലർച്ചെ 4:25-ന് ഇവിടെ നിന്ന് പുറപ്പെടേണ്ട ഇത്തിഹാദിന്റെ അബുദാബി വിമാനമാണ് വൈകിയത്. വിമാനം പുറപ്പെടുന്നതിന് മുൻപുള്ള പരിശോധനയിലാണ് തകരാർ കണ്ടെത്തിയത്. ഏറെ സമയം വിമാനത്താവളത്തിൽ കാത്തിരുന്നിട്ടും എപ്പോൾ വിമാനം പുറപ്പെടുമെന്ന് അറിയിക്കാതിരുന്നതിനാൽ യാത്രക്കാർ വിമാനത്താവളത്തിൽ പ്രതിഷേധിച്ചു. തകരാർ പരിഹരിച്ച് വൈകിട്ട് 5:30-യോടെയാണ് വിമാനം പിന്നീട് അബുദാബിയിലേക്ക് പുറപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, നെടുമ്പാശ്ശേരി. ഒമാനിൽ 46 വിദേശ വിദ്യാലയങ്ങൾ, 61,704 വിദ്യാർത്ഥികൾ.
ഒമാനിൽ ഇന്ത്യൻ സ്കൂളുകളിൽ ഉൾപ്പെടെ 46 രാജ്യാന്തര വിദ്യാലയങ്ങൾ പ്രവർത്തിക്കുന്നതായി ദേശീയ സ്ഥിതിവിവര കേന്ദ്രം. 2023-2024 അധ്യയന വർഷത്തിൽ 61,704 ആയിരുന്നു വിദ്യാർത്ഥികളുടെ എണ്ണം. 2,935 അധ്യാപകർ ജോലി ചെയ്യുന്നു. 1,835 ക്ലാസ് മുറികളാണ് രാജ്യാന്തര വിദ്യാലയങ്ങളിൽ ഉള്ളത്. വിദേശ സ്കൂളുകളിൽ ഭൂരിഭാഗവും മസ്കറ്റ് ഗവർണറേറ്റിലാണ് 21 എണ്ണം. ദോഫാറിൽ 5ഉം വടക്കൻ ബാത്തിനയിൽ 6ഉം സ്കൂളുകൾ പ്രവർത്തിച്ചു വരുന്നു. അതേസമയം സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം ഉയരുകയാണ്. 2022-23 അധ്യയന വർഷം 57,054 വിദ്യാർത്ഥികളായിരുന്നു ഇത്രയും സ്കൂളുകളിലായി പഠനം നടത്തിയിരുന്നത്. 2022-21 അധ്യയന വർഷം 50,836ഉം തൊട്ടുമുമ്പുള്ള അധ്യയന വർഷം 56,206ഉം വിദ്യാർത്ഥികളായിരുന്നു സ്കൂളുകളിൽ ഉണ്ടായിരുന്നത്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, മസ്കറ്റ്. ജോലി നിർത്തിയിട്ടും കമ്പനി സിം ഉപയോഗിച്ചു. അബുദാബിയിൽ സ്ത്രീക്ക് 1.18 ലക്ഷം ദിർഹം പിഴ. സിം കാർഡ് മോഷ്ടിച്ച് 4 വർഷത്തോളം ഉപയോഗിച്ച സ്ത്രീക്ക് അബുദാബി ഫാമിലി സിവിൽ അഡ്മിനിസ്ട്രേറ്റീവ് ക്ലെയിംസ് കോടതി 1.18 ലക്ഷം ദിർഹം പിഴ ചുമത്തി. പ്രതിയായ സ്ത്രീ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നപ്പോൾ തൊഴിലുടമ നൽകിയതാണ് ഫോണും സിം കാർഡും. ജോലി അവസാനിപ്പിച്ചപ്പോൾ ഇവ തിരികെ നൽകിയില്ല. 4 വർഷം ഈ സിം ഉപയോഗിച്ച് ഫോൺ വിളികൾ നടത്തിയത് വഴി ആകെ 1.18 ലക്ഷം ദിർഹത്തിന്റെ ബാധ്യത സിം കാർഡ് ഉടമയ്ക്ക് വന്നു. ബിൽ തുകയും ഫോണുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അധിക ചെലവുണ്ടായിട്ടുണ്ടെങ്കിൽ അതും വക്കീൽ ഫീസും പ്രതിയിൽ നിന്ന് ഈടാക്കണമെന്ന് പരാതിക്കാരൻ ആവശ്യപ്പെട്ടു. ഹർജിക്കാരനുണ്ടായ സാമ്പത്തിക ബാധ്യതയും മാനസിക ബുദ്ധിമുട്ടുകളും പ്രത്യേകം പരിഗണിച്ച കോടതി പിഴ അടയ്ക്കുന്നതിനൊപ്പം കോടതി ചെലവുകൾ കൂടി പ്രതി നൽകണമെന്ന് ഉത്തരവിട്ടു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, അബുദാബി. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.